രമേശ് ചെന്നിത്തല വസതിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. രമേശ് ചെന്നിത്തല വി ഡി സതീശൻ കൂടിക്കാഴ്ചയാണ് ഇന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന അടുത്ത ഒരു കാര്യം എന്നുള്ളത്. ഇപ്പോൾ പിണങ്ങി മാറി നിൽക്കുന്ന രമേശ് ചെന്നിത്തല, അദ്ദേഹത്തിന് ചുറ്റും അനുയായികളുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി സംസാരിക്കാനായി അദ്ദേഹത്തിന്റെ അടുപ്പമുള്ള നേതാക്കൾ നേരത്തെ വി ഡി സതീശനെ കാണുകയും ചെയ്തിരുന്നു. അബിൻ വർക്കി, അൻവർ സാദത്ത് തുടങ്ങിയ പുതിയ MLA-മാരെ കൂടി നമുക്ക് കാണാം അവിടെ. ഞങ്ങളെയാകെ നയിച്ചവരെ ഞങ്ങൾക്കൊന്നേ നേതാവുള്ളൂ, ഞങ്ങൾക്കൊന്നേ നേതാവുള്ളൂ. ജീവൻ വേണേ ജീവനിതാ, രമേശ് ചെന്നിത്തല സിന്ദാബാദ്. ഋഷിപാൽ ഇപ്പോൾ രമേശ് ചെന്നിത്തല വീട്ടിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. ആ കൂടിക്കാഴ്ച സംഭവിക്കാനിരിക്കുന്നു അല്ലേ? അപ്പോൾ പിണറായി വിജയനെ കണ്ട ശേഷം രമേശ് ചെന്നിത്തലയെ കാണാൻ വി ഡി സതീശൻ വരും. ആ കൂടിക്കാഴ്ചയിൽ മഞ്ഞുരുകും എന്നുള്ളതാണല്ലോ പ്രതീക്ഷ. സ്മൃതി, അങ്ങനെ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ. ഏറെ വൈകാതെ ഏതാണ്ട് 12:15 ഈ രമേശ് ചെന്നിത്തലയുടെ വഴുതക്കാട് വസതിയിലേക്ക് വി ഡി സതീശൻ നിയുക്ത മുഖ്യമന്ത്രി എത്തിച്ചേരും. രമേശ് ചെന്നിത്തല ഇപ്പോൾ അല്പസമയം മുമ്പാണ് രമേശ് ചെന്നിത്തല തിരിച്ചെത്തിയത്. ഒപ്പം ജോസഫ് വാഴക്കനും അൻവർ സാദത്ത് MLA-യും ഉണ്ട്. അബിൻ വർക്കി ഇപ്പോൾ അല്പസമയം മുമ്പ് എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ദേവദത്തം എന്ന രമേശ് ചെന്നിത്തലയുടെ വഴുതക്കാട് ഉള്ള വീട്ടിലേക്ക് ഏറെ വൈകാതെ വി ഡി സതീശൻ എത്തിച്ചേരും. ഇപ്പോൾ നമുക്ക് കാണാം ഒട്ടേറെ പ്രവർത്തകരുണ്ട്. വൈകാരികമായിട്ടാണ് അവർ രമേശ് ചെന്നിത്തലയെ സ്വീകരിക്കുന്നത്. അവർ മുദ്രാവാക്യം വിളിച്ച് സ്വീകരിക്കുകയാണ്. പലയിടങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന പ്രവർത്തകരാണ് അവർ. രമേശ് ചെന്നിത്തല ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിനൊപ്പം ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് നിൽക്കുകയാണ്. വളരെ രാവിലെ തന്നെ ഇവിടെ പ്രവർത്തകരൊക്കെ തടിച്ചുകൂടിയിരുന്നു. ഏതായാലും കോൺഗ്രസിനകത്ത് രൂപപ്പെട്ട ഒരു പ്രത്യേക പ്രതിസന്ധി, ആ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് പരിഹാരം ഇവിടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ്. വി ഡി സതീശൻ ഇവിടെ എത്തുന്നതോടെ രമേശ് ചെന്നിത്തലയുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ മഞ്ഞുരുകുമെന്ന പ്രതീക്ഷയാണ്. രമേശ് ചെന്നിത്തല സ്വാഭാവികമായും അനുനയത്തിന് വഴങ്ങുകയും മന്ത്രിസഭയുടെ ഭാഗമാകുമെന്ന കണക്കുകൂട്ടിയാണ് നേതാക്കൾ. ഒരുപക്ഷെ കോൺഗ്രസ് നേതൃത്വം ഒന്നാകെ ഈ കൂടിക്കാഴ്ചയെ കാത്തിരിക്കുന്നു. അവർ എന്തായിരിക്കും ഈ കൂടിക്കാഴ്ചയുടെ ഫലം എന്നത് അവർ പോസിറ്റീവായി വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. കാരണം എല്ലാ നേതാക്കളുടെയും നിർദ്ദേശം രമേശ് ചെന്നിത്തലയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണം എന്നതാണ്. അപ്പോൾ രമേശ് ചെന്നിത്തലയാണെങ്കിൽ മന്ത്രിസഭയിലേക്ക് ഇല്ല എന്ന നിലപാട് സ്വീകരിച്ച് നിൽക്കുകയും ചെയ്യുന്നു. അവിടെയാണ് ഇപ്പോൾ വി ഡി സതീശന്റെ സന്ദർശനത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിക്കുന്നത്. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളെയും കണ്ടു. ഇന്നലെ തൊട്ടപ്പുറത്തുള്ള AK ആന്റണിയുടെ വസതിയിലെത്തി സന്ദർശനം നടത്തിയതാണ്. ഇന്ന് അതിന് തൊട്ടിപ്പുറത്ത് തന്നെയുള്ള രമേശ് ചെന്നിത്തലയുടെ വസതിയിലേക്ക് ഏറെ വൈകാതെ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ കൂടിക്കാഴ്ചയാണ്. ആ കൂടിക്കാഴ്ചയോടെ തന്നെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. അടുത്ത തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് പ്രധാനമായി വി ഡി സതീശനൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പുമായി ആ മന്ത്രിസഭയുടെ ഭാഗമാകാൻ രമേശ് ചെന്നിത്തല ഉണ്ടാകുമെന്ന് തന്നെ കോൺഗ്രസ് നേതാക്കൾ കണക്കൂട്ടിയാണ്. ഒരുപക്ഷെ ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക് നൽകുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അങ്ങനെയുള്ള ഒരു നിർദ്ദേശം രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്നവർ മുന്നോട്ട് വെച്ചതായുള്ള അഭ്യൂഹങ്ങളുണ്ട്. ഏതായാലും രമേശ് ചെന്നിത്തല നിലവിൽ സ്വീകരിച്ച നിലപാടിൽ മാറ്റമില്ല. പക്ഷേ കൂടിക്കാഴ്ചക്ക് തയ്യാറായത് ഒരു അനുനയത്തിന് രമേശ് ചെന്നിത്തല വഴങ്ങുമെന്നതിന്റെ സൂചനയായി വേണമെങ്കിൽ നമുക്ക് കരുതാൻ കഴിയും. കാരണം ഇന്ന് രാവിലെ വി ഡി സതീശൻ ഇങ്ങോട്ടേക്ക് വരുമെന്ന് സൂചന വന്നപ്പോൾ തന്നെ രമേശ് ചെന്നിത്തല പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. പക്ഷേ ഒപ്പം അൻവർ സാദത്തും ജോസഫ് വാഴക്കനും ഉണ്ടായിരുന്നു. നേതാക്കൾക്ക് ഇടപെട്ട് പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കണം എന്നൊരു നിർദ്ദേശവും നിലപാടുമൊക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏതായാലും എല്ലാവരെയും ചേർത്ത് നിർത്തി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ഈ സന്ദർശനം നടത്തുന്നു. തിരുവനന്തപുരത്തുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളുടെ ഒക്കെ വസതിയിൽ സന്ദർശിച്ച് എല്ലാവരുമായി കൂടിക്കാഴ്ച നടത്തി. കാരണം VM സുധീരനാകട്ടെ, AK ആന്റണി ആകട്ടെ, MM ഹസൻ, അങ്ങനെ തുടങ്ങി ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗുരുവായ G കാർത്തികേയന്റെ വസതിയിലടക്കം
വി ഡി സതീശൻ സന്ദർശിച്ചു കഴിഞ്ഞു. ഒന്നാമത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ്. വലിയൊരു പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ ആ ടീം ശക്തമായിരിക്കണം. അതിൽ പരിചയസമ്പന്നരുണ്ടാകണം. ഒരുപക്ഷെ ആഭ്യന്തരമന്ത്രിയായിരുന്നു, മുൻ ആഭ്യന്തരമന്ത്രി ഉമ്മൻചാണ്ടി സർക്കാരിലുണ്ടായിരുന്ന രമേശ് ചെന്നിത്തല ഈ സർക്കാരിന്റെ ഭാഗമായിട്ടുണ്ടായാൽ അത് കൂടുതൽ കരുത്തു പകരും സർക്കാരിന് എന്ന കണക്കുകൂട്ടൽ അത് കോൺഗ്രസിനുണ്ട്, UDF-നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് രമേശ് ചെന്നിത്തലയെ പുറത്തു നിർത്തുന്നതിന് പകരം മന്ത്രിസഭയ്ക്കകത്ത് രമേശ് ചെന്നിത്തല ഉണ്ടാകണം എന്ന ഒരു നിലപാടിലേക്ക് വി ഡി സതീശൻ കൂടി എത്തുന്നത്. രാവിലെ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം മുഖ്യമന്ത്രിയാണ് താൻ മന്ത്രിയാകണമോ എന്ന കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് എന്നായിരുന്നു. എന്തായാലും ഒരു പോസിറ്റീവായുള്ള ഒരു നീക്കം രമേശ് ചെന്നിത്തലയുടെ ഭാഗത്ത് ഒടുവിൽ ഉണ്ടായിരിക്കുന്നു.